ആലപ്പുഴയിലെ VIP ബൂത്തുകളിൽ പലയിടത്തും ശോഭാ സുരേന്ദ്രനായിരുന്നു മുന്നേറ്റം. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ബൂത്തിലും മുൻമന്ത്രി G സുധാകരന്റെ ബൂത്തിലും ശോഭാ സുരേന്ദ്രൻ ഒന്നാമതെത്തി. ഇരുമുന്നണികളെയും അമ്പരപ്പിച്ച പ്രകടനത്തിൽ ആലപ്പുഴയിൽ NDA നേടിയത് 1.2 ലക്ഷത്തോളം വോട്ടിന്റെ വർധനവാണ്. ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ ഇത്ര വലിയ വിള്ളൽ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. അത്രത്തോളം വോട്ടു ചോർച്ചയായിരുന്നു ഇത്തവണ. എക്കാലത്തും ഇടതു കോട്ടയായി നിന്ന കായംകുളത്തും ചേർത്തലയിലും വോട്ടുകൾ കുത്തിയൊലിച്ചുപോയി. ഇതിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഉയർത്തിയ കായംകുളത്തും ഹരിപ്പാടും CPM 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ആലപ്പുഴയിലെ VIP ബൂത്തുകളിലെല്ലാം ശോഭാ സുരേന്ദ്രനായിരുന്നു മുന്നിൽ. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ സ്വന്തം മണ്ഡലമായ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ 58-ാം നമ്പർ ബൂത്തിൽ ശോഭാ സുരേന്ദ്രന് KC വേണുഗോപാലിനേക്കാൾ 96 വോട്ടുകൾ കൂടുതലായി ലഭിച്ചു. മുൻമന്ത്രി G സുധാകരൻ വോട്ട് ചെയ്ത പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 87-ാം നമ്പർ ബൂത്തിൽ ശോഭാ സുരേന്ദ്രനാണ് ഭൂരിപക്ഷം. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും വോട്ട് ചെയ്ത ആലപ്പുഴ മണ്ഡലത്തിലെ കണിച്ചുകുളങ്ങര ദേവസ്വം ഹൈസ്കൂളിലെ 7-ാം നമ്പർ ബൂത്തിലും ഭൂരിപക്ഷം നേടിയത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ഇവിടെ ആകെ പോൾ ചെയ്ത 573 വോട്ടുകളിൽ 227 വോട്ടുകളും ശോഭ സ്വന്തമാക്കി. മറ്റു മുന്നണികളുടെ പ്രധാന നേതാക്കളുടെ ബൂത്തുകളിൽ പോലും NDA സ്ഥാനാർത്ഥി മുന്നിലായിരുന്നു. ചുരുങ്ങിയ നാളുകളുടെ പ്രചാരണത്തിലൂടെ ആലപ്പുഴയിലെ സാധാരണക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ശോഭയ്ക്ക് സാധിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ജനം, ആലപ്പുഴ.